നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദർശനത്തിലൂടെ ഇന്ന് ഉത്രനാളുകാരുടെ 2024 ഗുണദോഷ ഫലങ്ങളാണ് വിവരിക്കുന്നത്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ചിങ്ങം കന്നി കൂറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം ചിങ്ങം രാശിയിലും ബാക്കി മുക്കാൽ ഭാഗം കന്നി രാശിയിലുമാണ് കാണപ്പെടുന്നത്. നല്ല ഭാഗ്യശാലികളായ ഉത്രനാളുകാർ ശുഭാപ്തി വിശ്വാസം കൂടുതലുള്ളവരും വിശാല മനസ്ഥിതിക്കാരും ധനപരമായും വിദ്യാഭ്യാസപരമായും ഉന്നതിയിലെത്തുന്നവരുമാണ്. ഇഷ്ടമില്ലാത്ത ചുറ്റുപാടുകളിൽ നിന്നും അകന്നു നിൽക്കുന്ന ഇവർ മാതാവിനോടും സന്താനങ്ങളോടും കൂടുതൽ അടുപ്പം കാണിക്കുന്നവരും അവരിൽ നിന്നും നല്ല ഗുണങ്ങൾ ലഭിക്കുന്നവരുമാണ്. മൃദു പ്രകൃതക്കാരായ കന്നിക്കൂറുകാർ സാമ്പത്തിക കാര്യങ്ങളിൽ കണിശത പുലർത്തുന്നവരാണ്. ബുധൻ്റെ രാശിയായതിനാൽ തന്നെ കന്നിരാശിയിൽപ്പെട്ടവർ നല്ല മധുരഭാഷികളും സമർത്ഥമായി സംസാരിക്കുന്നവരും സ്ത്രീ സഹജമായ സ്വഭാവമുള്ളവരും സംഗീതാദി കലകളിൽ നല്ല പ്രാവീണ്യമുള്ളവരും നല്ല പാണ്ഡിത്യമുള്ളവരും തെളിഞ്ഞതും തീക്ഷ്ണവുമായ ബുദ്ധിയുള്ളവരുമാണ്. ചിങ്ങക്കൂറുകാർ ആത്മീയത കൂടിയവരും നീതിനിഷ്ഠകൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരും പൊതുജനസമ്മതരും സ്ത്രീ സന്താനങ്ങൾ ഏറെയുള്ളവരുമായിരിക്കും. തീർത്തും അഭിമാനികളായ ഉത്രനാളുകാർ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം ഉത്തരവാദിത്തോടെ നിറവേറ്റുന്നവരും വിജയത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരുമാണ്. ക്ഷിപ്രകോപികളെങ്കിലും ശുദ്ധഹൃദയരാണ് ഈ നാളുകാർ. ഇനി ഇവരുടെ 2024 ഗുണദോഷ ഫലങ്ങൾ നമുക്ക് നോക്കാം. ദേവഗുരുവായ വ്യാഴത്തിൻ്റെയും ശനിയുടെയും അനുകൂല പ്രതികൂല ഭാവങ്ങളാൽ ഉത്രനാളിൽപ്പെട്ടവർക്ക് 2024 ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് അനുഭവവേദ്യമായി കാണുന്നത്. ഉത്രനാളുകാരുടെ ആരോഗ്യനില പൊതുവെ തൃപ്തികരമാണെങ്കിലും ദീർഘകാലമായുള്ള രോഗങ്ങൾക്ക് ചിലപ്പോൾ വിദഗ്ധ ചികിത്സ ആവശ്യമായി വരേണ്ടതാണ്. സ്ത്രീകൾക്ക് പലവിധത്തിലുള്ള മനോദുഃഖങ്ങളും ഏറിവരും. ദീർഘകാലമായുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ദമ്പതികൾക്ക് തമ്മിൽ പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ്. വിദ്യാഗുണം ഏറിയിരിക്കുകയും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മികവ് പുലർത്താനും മികച്ച വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. വിവാഹ കാര്യങ്ങളിൽ ഈ വർഷം അനുകൂലമായ തീരുമാനങ്ങളുണ്ടാകും. ഈ വർഷം സന്താന ഭാഗ്യത്തിന് യോഗം കാണുന്നു. പൊതുവെ നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കും. പങ്കാളിത്ത ബിസിനസ്സിലൂടെ മറ്റും വരുമാനത്തിന് വർധനവുണ്ടാകുന്നതാണ്. ജോലിഭാരം വർദ്ധിച്ചു വരും. ജോലിയിൽ പലവിധത്തിലുമുള്ള പിരിമുറുക്കങ്ങളും സങ്കീർണതകളും ഏറി വരുന്നതാണ്. അശ്രദ്ധക്കുറവും കാര്യക്ഷമതയില്ലായ്മയും മൂലം തൊഴിൽ നഷ്ടപ്പെടുവാനും സ്ഥലം മാറ്റത്തിന് സാധ്യത കാണുന്നു. കൂടുതൽ വരുമാനത്തിനായി അധിക സമയം ജോലി ചെയ്യുകയോ കൂടുതൽ തൊഴിലുകളിൽ ഏർപ്പെടുകയോ ചെയ്യും. കച്ചവടക്കാർക്ക് സാമ്പത്തികമായ നഷ്ടങ്ങൾ വന്നു ചേരുമെന്നതിനാൽ പണം ചെലവഴിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം പലവിധത്തിലുമുള്ള നേട്ടങ്ങളുണ്ടാകും. ഗൃഹത്തിന് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടി വരുന്നതാണ്. പലപ്പോഴും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും. വാഗ്ദാനങ്ങൾ പാലിക്കാനാകാത്തത് പലപ്പോഴും മനപ്രയാസത്തിന് കാരണമാകും.
പ്രകൃതിക്ഷോഭങ്ങൾ മൂലം കൃഷിയിൽ നിന്നും നഷ്ടങ്ങളുണ്ടായേക്കാം. സർക്കാരിൽ നിന്നുമുള്ള ധനസഹായം ലഭിക്കാത്തത് മൂലം സാമ്പത്തിക ഞെരുക്കമുണ്ടാകുന്നതാണ്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ അശ്രാന്ത പരിശ്രമത്തിലൂടെ വിജയത്തിലെത്തിക്കുവാൻ സാധിക്കും. ഭൂമി വാങ്ങുവാനും ഗൃഹനിർമ്മാണം തുടങ്ങുവാനും സാധിക്കുന്നതാണ്. ജീവിതശൈലി രോഗങ്ങളും നീർദോഷ സംബന്ധിയായ രോഗങ്ങളും അലട്ടും. പിതാവിനോ പിതൃസ്ഥാനീയരായവർക്കോ രോഗങ്ങൾ വന്നു ചേരുന്നതാണ്. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വരും. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി വീട്ടിൽ നിന്നും അകന്നു നിൽക്കേണ്ട സാഹചര്യം വരും. അഗ്നി, വാഹനം എന്നിവയിൽ നിന്നും അപകടങ്ങളുണ്ടായേക്കാം. ജീവിതത്തിലെ പല പ്രധാനപ്പെട്ട മാറ്റങ്ങളും 2024 ഉത്തരനാളുകാർക്ക് ഉണ്ടാകും. വർഷാവസാനത്തോടെ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും തൊഴിൽ രഹിതർക്ക് തൊഴിൽ ലഭ്യമാവുകയും ചെയ്യും. സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒട്ടനവധി സന്ദർഭങ്ങൾ വന്നു ചേരുന്നതാണ്. ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ഉത്തരനാളുകാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ചിങ്ങക്കൂറുകാരായ ഉത്തരനാളുകാർ ഞായറാഴ്ചയും ഉത്തരനക്ഷത്രവും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ ആദിത്യപൂജ ചെയ്യുന്നതും സൂര്യ നമസ്കാരം നടത്തുന്നതും സൂര്യഭജനം ചെയ്യുന്നതും ഉത്തമമാണ്. കന്നിക്കൂറുകാരായ ഉത്തരനാളുകാർ ബുധപ്രീതികരങ്ങളായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ശ്രീകൃഷ്ണ ഭജന നടത്തുകയും ചെയ്യുന്നത് ശ്രേയസ്കരമായി പറയുന്നു. കൂടാതെ ശിവഭജനം, ശിവക്ഷേത്ര ദർശനം എന്നിവയും ഉത്തര നക്ഷത്ര ജാതർക്ക് ഫലം ചെയ്യുന്നതാണ്. ചിത്തിര, വിശാഖം, തൃക്കേട്ട എന്നിവരുമായും ഉത്രം ആദ്യ പാദത്തിൽ ജനിച്ചവർ പൂരുരുട്ടാതി 4-ാം പാദം, ഉത്രട്ടാതി, രേവതി എന്ന നക്ഷത്രക്കാരുമായും ഉത്രം 2, 3, 4 പാദക്കാർ അശ്വതി, ഭരണി, കാർത്തിക ആദ്യ പാദം എന്നിവരുമായുള്ള കൊടുക്കൽ വാങ്ങലുകളും ഇടപാടുകളും വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളും തീർത്തും ഒഴിവാക്കി പ്രവർത്തിക്കേണ്ടതാണ്.